ഏഴാറ്റുമുഖം ഗണപതി ഇപ്പോൾ കുറച്ചുകൂടി പ്ലാന്റേഷനിൽ നിന്ന് വനാതിർത്തിയിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരിക്കുകയാണ്. ലിഷോ ഉണ്ട്. ലിഷോ, യാന കാട്ടിലേക്ക് മടങ്ങുന്നു എന്നൊരു പ്രതീതിയാണോ? തീർച്ചയായും. അതായത് പക്ഷേ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. പ്ലാന്റേഷൻ ഭാഗത്തുനിന്നും മേഖലയിൽ നിന്നും വനാതിർത്തിയിലേക്ക് ഇപ്പോൾ ആന എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇതുവരേക്കും ഇവിടെ എത്തിയിട്ടില്ല. അവരെത്തി എങ്ങനെ ഇനി നിരീക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് ആന മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇന്നലെ മുഴുവൻ ഈ പ്ലാന്റേഷൻ തോട്ടത്തിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ശാരീരിക ആവശ്യകതകൾ വളരെ കലശലായ തോന്നിക്കുന്ന തരത്തിലുള്ള രീതിക്ക് ായിരുന്നു ആനയുടെ പെരുമാറ്റവും ശാരീരിക ഘടനയും എല്ലാം തന്നെ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അല്പം ഒരു ഉന്മേഷം വീണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള അത്രയ്ക്കും ഒരു ശരീരത്തിനുള്ള ഒരു ഉണർവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഡോക്ടർമാരെത്തിയ ശേഷം വിശദമായി വിലയിരുത്തിയ ശേഷമായിരിക്കും ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുക. അതുവരേക്കും ഇവിടെ വനംവകുപ്പും RRT സംഘവും തുടരുന്നുണ്ട്, നിരീക്ഷണം തുടരുന്നു. ശരി ലിഷോ,